നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ശോഭാ സുരേന്ദ്രനേക്കാൾ മെച്ചപ്പെട്ടയാളാണ് പുതിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ നല്ല പ്രാസംഗികയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഐതിഹ്യ പെരുമയുടെ നിറവിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാടകശാല സദ്യ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ചടങ്ങുകൾ ആരംഭിച്ചു. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. യുവതിക്ക് ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. യുവതിയുടെ ആൺ സുഹൃത്താണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ചേർത്തല അരൂക്കുറ്റിയിലാണ് സംഭവം. കുട്ടനാട് മാമ്പുഴക്കരിയിൽ 62 വയസ്സുള്ള കൃഷ്ണമ്മയെ വീട്ടിൽ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം കീഴടങ്ങിയ പ്രതി ദീപയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴ കൊച്ചി രൂപതകളുടെ കടലോര ജാഗ്രതാ സമിതി നടത്തിയ ബോധനയാത്ര സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടൽമണൽ ഖനനത്തെ കേരളം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് VD സതീശൻ. വാർത്തകൾ വിശദമായി. ശോഭാ സുരേന്ദ്രനേക്കാൾ മെച്ചപ്പെട്ടയാളാണ് പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ നല്ല പ്രാസംഗികയാണെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. പക്ഷേ ശോഭാ സുരേന്ദ്രനേക്കാളും മെച്ചപ്പെട്ട ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ശോഭ നല്ല ആളാണ്. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു പ്രാസംഗികയാണ്. ആളുകളെല്ലാം കയ്യിലെടുക്കാൻ വളരെ മിടുക്കിയാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ BJPയുടെ പരിസ്ഥിതിയിൽ അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അത് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എന്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരനായിരിക്കും മെച്ചം. ശോഭ മാത്രമല്ല, ഒരു ഡസൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ശോഭ നല്ലൊരു കാൻഡിഡേറ്റ് ഞാൻ നല്ല പ്രാസംഗികയാണ്. വോട്ടർമാരെ കയ്യിലെടുക്കാനും വോട്ട് മേടിക്കാനും ഒക്കെ നല്ലപോലെ അറിയാം. പാലക്കാട്ട് നിൽക്കുമ്പോഴായാലും ഇവിടെ വർക്കല നിന്നപ്പോഴായാലും ഇവിടെ നിന്നപ്പോഴായാലും അവരുടെ കഴിവ് അവർ തെളിയിച്ചിട്ടുള്ളതാണ്. ശോഭാ സുരേന്ദ്രനേക്കാൾ മെച്ചപ്പെട്ടയാളാണ് പുതിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ നല്ല പ്രാസംഗികയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, ഒരു ഡസനോളം പേർ പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് അനുകൂലമായും പ്രതികൂലമായും നിരവധി ഘടകങ്ങളുണ്ട്. അതിനെല്ലാം നേരിടാൻ രാജീവ് ചന്ദ്രശേഖറാണ് മെച്ചമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. പെൻഷൻകാരെക്കുറിച്ച് സജി ചെറിയാൻ പറഞ്ഞത് തമാശയായി കണ്ടാൽ മതിയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. സജി ചെറിയാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞെങ്കിൽ അതൊരു തമാശ പറഞ്ഞതായിട്ടല്ലാതെ വലിയ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല. അതൊരു സത്യം പറഞ്ഞു. ആള് ഇഷ്ടംപോലെ പെൻഷൻ കൊടുത്ത് കാശ് പോകാൻ മുടിയുന്നുണ്ട് എന്നുള്ളത് നേരെ തന്നെയാണ്. അതുകൊണ്ട് ആളുകളെല്ലാം ചത്തുകിട്ടണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇവിടുത്തെ രാജ്യത്തെ രോഗചികിത്സയുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം വർദ്ധിച്ചതോടുകൂടി ആയുസ് വർദ്ധിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ഐതിഹ്യ പെരുമയുടെ നിറവിൽ ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാടകശാല സദ്യ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തസഹസ്രങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പാൽപ്പായസത്തിന്റെ മധുരവുമായി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നു. ക്ഷേത്രത്തിലെ 9ാം ദിവസമായ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഭക്തിനിർഭരമായ ചടങ്ങ് നടന്നത്. നാവിൽ കൊതിയൂറുന്ന അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ 43-ലധികം വിഭവങ്ങളാണ് ഇത്തവണ നാടകശാല സദ്യയ്ക്ക് തൂശനിലയിൽ വിളമ്പിയത്. ഉപ്പേരികളിൽ ചക്ക, ചേമ്പ്, കായ, ശർക്കര വരട്ടി, കൊണ്ടാട്ടം, പായസങ്ങളിൽ അരി, പ്രഥമൻ, ഗോതമ്പ്, അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെയുള്ള 5 പായസം, പഴങ്ങളായ ചക്ക, മാങ്ങ, മുന്തിരി, പൈനാപ്പിൾ എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണ് തൂശനിലയിൽ വിളമ്പിയത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് ശ്രീകൃഷ്ണ സന്നിധിയിലെ ഭക്തിനിർഭരമായ ചടങ്ങിൽ പങ്കുകൊള്ളാനായി എത്തിച്ചേർന്നത്. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ ഐതിഹ്യത്തിന് പിന്നിലുള്ളത്. 9ാം ഉത്സവ ദിനം ക്ഷേത്രത്തിലെ ജീവനക്കാർക്കായി നാടകശാലയിൽ ചെമ്പശ്ശേരി രാജാവ് സദ്യ ഏർപ്പെടുത്തിയിരുന്നു. വില്ലുമംഗലം സ്വാമിയാർ ഈ ദിവസം ഉച്ചപൂജയ്ക്ക് ദർശനത്തിനെത്തിയപ്പോൾ ഭഗവത് സാന്നിധ്യം കണ്ടില്ല. തുടർന്ന് ഭഗവാനെ തേടി ക്ഷേത്രത്തിൽ ചുറ്റു നടന്നു. ഒടുവിൽ നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്ക് നെയ്യ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് വില്ലുമംഗലം കണ്ടത്.
ഇത് കണ്ട കൃഷ്ണ എന്ന് ഓടി വിളിച്ചുകൊണ്ട് വില്യമംഗലം എത്തിയപ്പോഴാണ് തങ്ങൾക്ക് നെയ് വിളമ്പിയത് ഉണ്ണിക്കണ്ണനാണെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞത്. ഇതോടെ മറഞ്ഞ കൃഷ്ണനെ തിരിഞ്ഞ് ഊണ് പൂർത്തിയാക്കാതെ ജീവനക്കാർ ഊണ് കഴിച്ച ഇലയുമായി വില്യമംഗലത്തിന് പിന്നാലെ ഓടി. ഇതിനിടയിൽ ഭക്ഷണം ഇലയിൽ നിന്നും നിലത്തു വീണു. ഭഗവത് സാന്നിധ്യമുള്ള വില്യമംഗലം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുണ്ടായിരുന്ന പുത്തൻകുളങ്ങരയിൽ ചാടിയതിന് പിന്നാലെ ജീവനക്കാരും ചാടി. ഉണ്ണിക്കണ്ണൻ പുത്തൻകുളത്തിൽ ഇറങ്ങിയെന്നുള്ള സങ്കല്പത്തിലാണ് ഇവരും കുളിക്കാനിറങ്ങിയത്. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും 9ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നാടകശാല സദ്യ നടത്തുന്നത്. സ്മരണ പുതുക്കി തിങ്കളാഴ്ച നടന്ന നാടകശാല സദ്യയിൽ പങ്കെടുത്ത ഇലയും വറ്റുകളും ഭക്തർക്കിടയിലേക്ക് വിതറി പടിഞ്ഞാറേ നടയിലുണ്ടായിരുന്ന പുത്തൻകുളം ഭാഗത്തേക്ക് സദ്യ കഴിച്ച സംഘം സഞ്ചരിച്ചു. തുടർന്ന് തിരികെ വഞ്ചിപ്പാട്ട് പാടിയ സംഘത്തെ അമ്പലപ്പുഴ പോലീസ് പഴക്കുല നൽകി സ്വീകരിച്ചു. സംഘം ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ കുളിച്ച ശേഷം ക്ഷേത്രത്തിന് വലം വെച്ചതോടെയാണ് നാടകശാല സദ്യയുടെ ഐതിഹ്യം പൂർത്തിയായത്. ദേവസ്വം ഓംബുഡ്സ്മാൻ കെ രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി ഓഫീസർമാരായ ദിലീപ്, ഗണേഷ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ വിമൽ, വിജിലൻസ് ഓഫീസർ ഹരികുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയലക്ഷ്മി, രാജപ്രതിനിധി നാരായണ ഭട്ടതിരി, വിജിലൻസ് SI ശ്യാം എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. യുവതിക്ക് ഹലോ സന്ദേശം അയച്ച യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. യുവതിയുടെ ആൺസുഹൃത്താണ് സംഭവത്തിന് പിന്നിൽ. ചേർത്തലയ്ക്കടുത്ത് അരുക്കുറ്റിയിലാണ് സംഭവം. ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഗുണ്ടയുടെ സുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അരൂക്കുറ്റി സ്വദേശി ജിബിൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭജിത്ത്, കൂട്ടാളി സിന്തൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സഹോദരൻ ലിബിൻ പറഞ്ഞു. രാത്രി ഒരു 10:30 മണിയോടെ എൻ്റെ അനിയൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് അരൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി പാലത്തേക്ക് ഫോൺ കോൾ വന്നപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡിലേക്ക് ഫോൺ നോക്കിയ സമയത്താണ് എതിരെ നിന്ന് കാറിൽ നിന്ന് പ്രവചിത്തെന്നും സിന്തൽ എന്നുള്ള 2 പിള്ളേർ ചാടി ഇറങ്ങി വന്നിട്ട് അനിയൻ്റെ വണ്ടി താക്കോൽ ഊരിയെടുക്കുകയും വണ്ടി അവൻ്റെ മുഖത്തിട്ട് കൈവലിച്ചടിക്കുകയും അവനെ കത്തി കാണിച്ച് പേടിപ്പിച്ചിട്ട് അവനോട് പറഞ്ഞ് വണ്ടിയിൽ കയറിയിരിക്കണമെന്നും പറഞ്ഞ് ആദ്യം വണ്ടിക്ക് തന്നെ അവനെ നേരെ കടത്തി അരൂപ്പിലോട്ട് കൊണ്ടുപോയി ഒരു പഴയ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ വീട്ടിനകത്ത് കെട്ടിയിട്ട് മർദ്ദിക്കുകയും നടുവിനും തുടയിലൊക്കെ പട്ടി കൊണ്ടടിക്കുകയും നെഞ്ചത്ത് ഇടിക്കുകയും കൈവലിച്ച് ഇടിക്കുകയും മുഖത്തിട്ടൊക്കെ അടിക്കുകയും തലക്കിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ചതവും ശരീരം മുഴുവൻ ചതവായിട്ടാണ് കാണിക്കുന്നത്. ഈ പ്രതിയുടെ കൂട്ടുകാരുടെ ഫോണിലേക്ക് എൻ്റെ അനിയൻ്റെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഹലോ എന്ന മെസ്സേജ് ചെയ്യുന്നതാണ് അവൻ പറഞ്ഞ കാര്യം. അത് ഏത് പെൺകുട്ടിയാണെന്ന് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും അവൻ പറയുന്നില്ലായിരുന്നു. അവൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ തുടരെ അടിക്കുന്നു. ഞങ്ങൾ രാത്രി ഇങ്ങനെ കാണാതായ സമയത്ത് ഫോൺ വിളിക്കുമ്പോഴും അവനായിട്ട് ഈ ഫോൺ കോൾ ചെല്ലുമ്പോഴും അവനെ അടിക്കുന്നു. ഞായറാഴ്ച രാത്രിയാണ് അരൂക്കുറ്റി പാലത്തിൽ നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ജിബിനെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പ്രഭജിത്തിന്റെ പെൺസുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ജിബിന വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ക്ഷതവും നട്ടലിനും മുതുകിനും പരിക്കും പറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പൂച്ചാക്കൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രതിയായ പ്രഭജിത്ത് മുൻപ് കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടയാളാണ്. ലഹരി കേസുകളിലും മറ്റും ഇയാൾ പിടിയിലുമായിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. കുട്ടനാട്ടിൽ കൊയ്ത്ത് യന്ത്രത്തിന് തീപിടിച്ചു. യന്ത്രവും കൊയ്തെടുത്ത 8 കിൻഡൽ നെല്ലും കത്തി നശിച്ചു. വേഴപ്ര ഇല്ലിമുറി തെക്കേ 900 പാടശേഖരത്താണ് തീപിടിച്ചത്. ഇന്ധന ടാങ്കിന് തീ പടർന്നതാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് പ്രാഥമിക സൂചന. വിളവെടുപ്പിനിടെ കൊയ്ത്ത് യന്ത്രത്തിന് തീപിടിച്ചു. തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊയ്ത്ത് യന്ത്രം പൂർണ്ണമായും കത്തിനശിച്ചു. യന്ത്രത്തിലുണ്ടായിരുന്ന 8 കിൻഡലോളം നെല്ലും നശിച്ചു. കൊയ്ത്ത് യന്ത്രം ജീവനക്കാരന്റെയും കർഷകരുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് കൃഷിയിടത്തിലേക്ക് തീ വ്യാപിക്കുന്നത് ഒഴിവാക്കാനായി. വേഴപ്ര ഇല്ലമുറി തെക്കേ 900 പാടശേഖരത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45 സംഭവം. വിളവെടുത്ത നെല്ല് 600 മീറ്റർ അകലെയുള്ള കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യന്ത്രം നിന്നുപോയി. തുടർന്ന് ജീവനക്കാരൻ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീപിടിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കച്ചി ഉടൻ നീക്കം ചെയ്തതിനാൽ കൃഷിയിടത്തിലേക്ക് തീ പടരുന്നത് ഒഴിവായി. തകഴി, ചങ്ങനാശ്ശേരി എന്നിലയങ്ങളിലെ ഫയർഫോഴ്സ് സംഘം എത്തിയെങ്കിലും വാഹനം തീപിടിച്ച യന്ത്രത്തിനടുത്തേക്ക് എത്തിക്കാനാകാതെ വന്നതോടെ ഇവർക്ക് തീയണയ്ക്കാൻ സാധിച്ചില്ല. തുടർന്ന് ട്രാക്ടറിൽ വെള്ളം എത്തിച്ചാണ് 4 മണിയോടെ തീയണച്ചത്. കത്തിനശിച്ച കൊയ്ത്ത് യന്ത്രത്തിന് 25 ലക്ഷത്തോളം വിലയുണ്ട്. പാട്ടകർഷകനായ പ്രദീപിന്റെ നെല്ലാണ് യന്ത്രത്തിൽ കിടന്ന് നശിച്ചത്. ഇല്ലിമുറി തെക്കേ 900 പാടശേഖരത്തിൽ 2024-25 പുഞ്ചകൃഷി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു മെഷീൻ കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല മെഷീനും കൊയ്യുന്നുണ്ട്. ഏതാണ്ട് പാടത്തിൻ്റെ 1000 ഏക്കർ വരുന്ന പാടത്തിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ കൊയ്ത്ത് നടന്ന് നെല്ലുമായിട്ട് പോകുന്ന വഴിക്ക് മെഷീൻ എന്തോ ഒരു ചെറിയ തകരാറ് വന്നു. അവർ നിർത്തി അത് ശരിയാക്കി വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മെഷീൻ കത്താൻ തുടങ്ങിയത്. മെഷീൻ നല്ലപോലെ കത്തി, നല്ല ഫ്ലെയിമും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ കത്തിയ ഉടനെ തന്നെ അതിൻ്റെ ആൾക്കാർ ചുറ്റിനുള്ള കച്ചിയും മറ്റു കാര്യങ്ങളും അവിടെ നിന്ന് മാറ്റിയത് കാരണം തീ പടർന്നില്ല. മെഷീൻ നല്ലപോലെ കത്തിപ്പോയി.
മറ്റ് ഫയർഫോഴ്സ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സും തകഴിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പിന്നെ പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനും രാമങ്കരി പോലീസ് സ്റ്റേഷനും ആളുകൾ വണ്ടി വന്നിരുന്നു. അവർ നേതൃത്വം നൽകി. പിന്നെ ട്രാക്ടറിലെ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ കമ്മിറ്റിക്കാരൻ കോൺട്രാക്ടറായിട്ടുള്ള ശ്രീ മോവിച്ചൻ കൈതപ്പറമ്പിലെ നേതൃത്വത്തിൽ 2 ട്രാക്ടർ ഒഴിച്ച് ട്രാക്ടറിലെ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇത് വെള്ളം ഒഴിച്ച് കിടത്തിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. കുട്ടനാട് മാമ്പുഴക്കരിയിൽ 62 വയസ്സുള്ള കൃഷ്ണമ്മയെ വീട്ടിൽ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവം പ്രതി കീഴടങ്ങി. പ്രതി ദീപയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുട്ടനാട് മാമ്പുഴക്കരിയിൽ ഗ്രഹനാഥയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിലെ പ്രധാന പ്രതി പോലീസിൽ കീഴടങ്ങി. നെയ്യാറ്റിൻകര ആറാലുംമൂട് തുടിക്കോട്ടുകോണം വീട്ടിൽ 41 വയസ്സുള്ള കല എന്ന് വിളിക്കുന്ന ദീപയാണ് പോലീസിൽ കീഴടങ്ങിയത്. 4 പ്രതികളുള്ള കേസിൽ ഇതോടെ 3 പേർ പോലീസ് പിടിയിലായി. 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട ദീപയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. ഈ കഥ വേണോ അറസ്റ്റിന്? എന്നിട്ട് എന്ത് ചെയ്തു? ഈ കഥ തുറന്നു കൊടുത്തു. കേസിൽ പ്രതിയായ ദീപയും മകൾ അഖിലയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും ഹൈക്കോടതി നിരസിച്ചിരുന്നു. തുടർന്നാണ് ദീപ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയത്. 7 വയസ്സുകാരിയായ സഹോദരിയുടെ സംരക്ഷണം ഏറ്റെടുത്തതിനാലാണ് അഖില കീഴടങ്ങാൻ മടിക്കുന്നതെന്നാണ് സൂചന. കേസിൽ ദീപയുടെ മകൻ അഖിലിനെയും ദീപയുടെ സുഹൃത്ത് രാജേഷ് മണികണ്ഠനെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഫെബ്രുവരി 19-നാണ് രാമങ്കരി മാമ്പുഴക്കരി വേലിക്കെട്ട് ചിറ വീട്ടിൽ കൃഷ്ണമ്മയെ കെട്ടിയിട്ട് മോഷണം നടത്തിയത്. 62 വയസ്സുള്ള കൃഷ്ണമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ച് 3.5 പവൻ സ്വർണവും 36,000 രൂപയും ATM കാർഡും വോട്ടുപാത്രങ്ങളും അടക്കം മോഷ്ടിച്ചെന്നാണ് കേസ്. കൃഷ്ണമ്മയുടെ സഹായിയായി നിന്നാണ് ദീപ മോഷണം ആസൂത്രണം ചെയ്തത്. മോഷണം പോയ സ്വർണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വോട്ടുപാത്രങ്ങളും മറ്റും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ കൊച്ചി രൂപതകളുടെ കടലോര ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിൽ നടത്തിയ ബോധന യാത്ര ആലപ്പുഴയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കടൽമണൽ ഖനനത്തിനെതിരായി കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. സസ്യജന്തുജാലം ഭൂമിക്കടിയിലുണ്ട്. നമ്മളെ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയും. ജൈവ വൈവിധ്യത്തെ കുറിച്ച് ഇപ്പോ പശ്ചിമഘട്ട മലനിരകളിലെ ജൈവ വൈവിധ്യത്തെ കുറിച്ച് നമ്മൾ പറയും. ആ ജൈവ വൈവിധ്യത്തെക്കാൾ വലിയ ജൈവ വൈവിധ്യമാണ് കടലിനടിയിലുള്ളത്. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലമാണ്. അത് തകർന്നാൽ ഇത് കോരിയ മുഴുവൻ തകർന്നു പോകും. ഒരു തരത്തിലുള്ള മത്സ്യവും തീരത്തുണ്ടാവില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അല്ലെങ്കിൽ തന്നെ 2023-24 മത്സ്യസമ്പത്ത് ഗണ്യമായി 24-25 കുറഞ്ഞു. കടൽമണൽ ഖനന പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതകളുടെ കടലോര ജാഗ്രതാ സമിതി നടത്തിയ 3 ദിവസത്തെ ബോധനയാത്രയുടെ സമാപന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ആദ്യഘട്ടത്തിൽ ഖനനം ചെയ്യാൻ പോകുന്നത് 302 ദശലക്ഷം ടൺ മണലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിൻ്റെ കലവറയായ വർക്കല മുതൽ ആലപ്പുഴ വരെയുള്ള കൊല്ലം പരപ്പിൽ ആണ് ഈ ആദ്യഘട്ട ഖനനം നടക്കുന്നത്. വൈവിധ്യമാർന്ന സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും വീടാണ് തകരുന്നത്. ഇപ്പോൾ തന്നെ 2023-24 കണക്കനുസരിച്ച് മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഇത് ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ. ഒരു തരത്തിലും കേരളത്തിൻ്റെ കടൽ തീരത്തും കടലിലും മണൽ ഖനനം അനുവദിക്കാൻ പാടില്ല. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഖനനത്തിന് തയ്യാറെടുക്കുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. മണൽ ഖനനം സധൈര്യം നേരിടാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് അധ്യക്ഷത വഹിച്ച ആലപ്പുഴ രൂപത ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ പറഞ്ഞു. PP ചിത്രരഞ്ജൻ MLA, TJ ആഞ്ചലോസ്, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, ഡോക്ടർ KS മനോജ്, PG ജോൺ ബ്രിട്ടോ, സന്തോഷ് കുടിയനാണ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് അർത്തുങ്കൽ ബസലിക്കയിൽ പ്രതിഷ്ഠിച്ചു. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന തിരുശേഷിപ്പ് ഞായറാഴ്ചയാണ് അർത്തുങ്കൽ ബസലിക്കയിൽ പ്രതിഷ്ഠിച്ചത്. റോമിൽ നിന്ന് എത്തിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പാണ് അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസലിക്കയിൽ ഞായറാഴ്ച പ്രതിഷ്ഠിച്ചത്. ആലപ്പുഴ രൂപതയിലെ
വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള പള്ളികളിലും കപ്പേളകളിലും പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ഞായറാഴ്ച തിരുശേഷിപ്പ് അർത്തുങ്കിലെത്തിച്ചത്. പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്നും ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ജോയ് പുത്തൻവീട്ടിലിൻ്റെയും ഫാദർ സെബാസ്റ്റ്യൻ ചാത്താപ്പറമ്പലിൻ്റെയും നേതൃത്വത്തിൽ അർത്തുങ്കൽ പള്ളിയിലേക്ക് പ്രയാണം ആരംഭിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളുടെയും വിശ്വാസികളുടെയും അകമ്പടിയോടെയാണ് പ്രയാണം അർത്തുങ്കൽ എത്തിയത്. അർത്തുങ്കൽ ബസലിക്കയിൽ ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ബസലിക്ക റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിലും വൈദികരും സന്യസ്തരും ആയിരക്കണക്കിന് വിശ്വാസികളും ചേർന്ന തിരുശേഷിപ്പിന് സ്വീകരണം നൽകി. തുടർന്നുള്ള പ്രാർത്ഥനാ ചടങ്ങിൽ ബസലിക്ക റെക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പുമായി റോമിൽ നിന്ന് എത്തിയ ഫാദർ സ്റ്റെഫാനോ തമ്പുരു, ഫാദർ കർലോ ജോവാനി എന്നിവരിൽ നിന്ന് ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പൽ ഏറ്റുവാങ്ങി. പരസ്യ വണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് ബസലിക്ക റെക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിലിന് കൈമാറി. ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ഫാദർ ജോയിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലിയർപ്പണം നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് വണങ്ങുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. റോമിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ബസലിക്കയിലുള്ള വിശുദ്ധൻ്റെ കല്ലറ ആദ്യമായി തുറക്കുന്നത് AD 1511 513 വർഷങ്ങൾക്ക് ശേഷമാണ് 2024 വീണ്ടും കല്ലറ തുറക്കുന്നത്. ഇവിടെ നിന്ന് ശേഖരിച്ച വിശുദ്ധൻ്റെ തിരുശേഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് അർത്തുങ്കൽ ബസലിക്കയിൽ എത്തിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. അനശ്വര കവി വയലാർ രാമവർമ്മയുടെ പാട്ടുകൾ സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റി ശ്രദ്ധേയനാവുകയാണ് ചേർത്തല സ്വദേശിയായ ആചാര്യശ്രീ വിശാഖം തിരുനാൾ. വയലാറിൻ്റേതുൾപ്പെടെ 50ഓളം പാട്ടുകളാണ് ആചാര്യശ്രീ വിശാഖം തിരുനാൾ സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റിയത്. വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഗാനമായ ചക്രവർത്തി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന പഴയ സൂപ്പർ ഹിറ്റ് ഗാനം ആസ്വദിക്കാത്ത മലയാളികളില്ല. എന്നാൽ ഈ ഗാനം സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റി കേട്ടാലോ? ചക്രവർത്തിനി തവ കൃതേ മമ ശില്പഗോപുരം കാരിതം പുഷ്പപാദുകം ബഹിഃ സ്ഥാപ്യ ത്വം തത്ര ആഗത്യ സുന്ദരീ ചക്രവർത്തിനി. ഇതുപോലെ അനേകം ഗാനങ്ങൾ സംസ്കൃതത്തിൽ മൊഴിമാറ്റം നടത്തി നവമാധ്യമങ്ങളിലൂടെ മലയാളികൾക്ക് മുന്നിൽ വീണ്ടും എത്തിക്കുന്ന തിരക്കിലാണ് ചേർത്തല കണിച്ചുകുളങ്ങര കാട്ടിൽ കോവിലകത്തെ ദിനേശ് വർമ്മ എന്ന ആചാര്യശ്രീ വിശാഖം തിരുനാൾ. ഈ വയലാർ രാമവർമ്മയുടെ കൃതികൾ എടുത്തു നോക്കിയാൽ തന്നെ അതിനകത്ത് എന്തെല്ലാം വിഷയങ്ങളും ഒക്കെ വന്ന് ഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം മനസ്സിലാക്കുന്നത്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയാനാണെങ്കിൽ ശരിക്ക് വയലാർ രാമവർമ്മയ്ക്ക് വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ MA വരെ പഠിക്കാനുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങളും യോഗ പരിശീലനവും ചിത്രരചനയിലും പുസ്തകരചനയിലും തിരക്ക് മാറ്റിവെച്ചാണ് 50ഓളം ഗാനങ്ങൾ സംസ്കൃത വരികളിൽ മൊഴിമാറ്റി ഇപ്പോൾ ആചാര്യശ്രീ ആനന്ദം കണ്ടെത്തുന്നത്. പഴയ ഹിറ്റ് ഗാനങ്ങൾ സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റിയ ശേഷം നാട്ടിലെ ഗായകരെ കൊണ്ട് പാടിച്ച് റെക്കോർഡ് ചെയ്യിച്ച് അപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും അപ്ലോഡ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഈ ഹിറ്റ് ചലച്ചിത്രഗാനം 33 വർഷത്തിനും ഇപ്പുറവും കേൾക്കുമ്പോഴും മനസ്സിനെ ആർദ്രമാക്കുന്ന ONV കുറുപ്പിൻ്റെ വരികളിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീത സംവിധാനം നിർവഹിച്ച വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോലെ എന്ന ഗാനം ആചാര്യശ്രീ മൊഴിമാറ്റി എഴുതിയപ്പോഴും ഹിറ്റ്. ദ്വാരാന്തരദ്വാര മത്പുരാ കുങ്കുമ രാഗപ്രവേദിനി സന്ധ്യഗത്തെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്ന വിധത്തിൽ അത് പിന്നെ സംസ്കൃതത്തിലാക്കിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ എഴുത്തിലും ചിത്രരചനയിലും കഴിവ് തെളിയിച്ച് ആചാര്യശ്രീ ഭൂട്ടാനിൽ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി യോഗ പരിശീലനത്തിലും ഒറ്റമൂലി ചികിത്സാരംഗത്തും സജീവമായി. ഇതിനിടെ തൻ്റെ കവിത മോഡേൺ ആർട്ടിലൂടെ നിറങ്ങൾ ചാർത്തിയപ്പോൾ അന്നത്തെ രാഷ്ട്രപതി KR നാരായണൻ നേരിട്ട് അഭിനന്ദനം അറിയിച്ച സംഭവമുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നതിനിടെ ജ്ഞാനതീർത്ഥം എന്ന പേരിൽ പുസ്തകവും രചിച്ചിട്ടുണ്ട്. ശാസ്ത്രം, തത്വശാസ്ത്രം, യോഗ, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയ ശേഷം പുസ്തക രൂപത്തിലാക്കി വർഷങ്ങൾക്ക് മുൻപേ ശ്രദ്ധ നേടിയിരുന്നു. വയലാർ P. ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ പ്രഗത്ഭർ മലയാളികൾക്ക് സമ്മാനിച്ച 100 കണക്കിന് ഗാനങ്ങൾ സംസ്കൃത രൂപത്തിലാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ദിനേശ് വർമ്മ എന്ന ആചാര്യശ്രീ വിശാഖം തിരുനാൾ. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. വെച്ചൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ചു.
ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ശുചിത്വ പ്രഖ്യാപനം നിർവഹിച്ചു. ഇതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. വെച്ചൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപ്രഖ്യാപനവും ലഹരി ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതായിരുന്നു. അതൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് ആ ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ആ കുട്ടിയുടെ ജീവിതം കുറഞ്ഞു എന്ന് വിചാരിച്ചു. പിന്നെ ഒരു തിരിച്ചുവരവ്. നമ്മുടെ പ്രശ്നം നമ്മുടെ കുട്ടികൾ ഈ ആദ്യഘട്ടം മാത്രമേ കാണുന്നു. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സ്റ്റിമുലൻ്റായിട്ടാണ് ഉപയോഗിക്കുന്നതിനെ അവർ കാണുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ പഠനം കാണുന്നു. കാരണം ആ ഘട്ടത്തിലെത്തിയ കുട്ടികൾ, ആ ഘട്ടത്തിലെത്തിയപ്പോൾ യുവാവായിരിക്കും. ആ യുവാവ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിലെ ഇന്നത്തെ പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ യുവാക്കളുടെ എണ്ണം 14,700 നിസ്സാരമായ സംഖ്യയല്ല. മാലിന്യമുക്തി തുടർ പദ്ധതിയാണെന്നും ഇതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി മാറിയ വെച്ചൂരിൻ്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു. വെച്ചൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമമായി ജസ്റ്റിസ് നഗരേഷ് പ്രഖ്യാപിച്ചു. ലഹരിയുടെ ഉപയോഗം നാം ആലോചിക്കാത്ത തലങ്ങളിലേക്ക് മാറിയെന്നും ഇതിനെതിരെ നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലയിൽ ബോധവൽക്കരണ പരിപാടിയുമായി പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടയാഴം സെൻറ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ശൈലകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പി.കെ. മണിലാൽ, സോജി ജോർജ്, എസ്. ബീന, കോട്ടയം PIU ജോയിന്റ് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ്, മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ TP ശ്രീശങ്കർ, പഞ്ചായത്ത് സെക്രട്ടറി BN റജിമോൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PS സുധീന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാലിന്യ സംസ്കരണം, ലഹരി ബോധവൽക്കരണം എന്നിവയും നടന്നു. ടൈം ന്യൂസ്, വെച്ചൂർ. കേരളത്തിൻ്റെ കൗമാരത്തെ ലഹരി മാഫിയയ്ക്ക് വിട്ടുകൊടുക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലഹരിക്കെതിരായ ഏത് പ്രവർത്തനങ്ങൾക്കും സർക്കാരിന് ഉപാധി കൂടാതെയുള്ള പിന്തുണ നൽകുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധയോടുകൂടി സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരെയും വളരെ ജാഗ്രതയോടുകൂടി നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിക്കണം. കേരളത്തിലെ ലഹരി മരുന്ന് മാഫിയയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കില്ല, അവരെ കൊലയ്ക്ക് കൊടുക്കില്ല എന്നൊരു തീരുമാനം നമ്മൾ എല്ലാവരും ചേർന്നെടുത്താൽ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം, ഈ കേരളത്തെ ഇതിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വലിയ പോരാട്ടം ഞാൻ നിങ്ങളെല്ലാം SKSSFന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഈ നോമ്പുകാലത്ത് പോലും ഈ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതിന്റെ തുടക്കമാണ്. വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഈ പ്രചരണങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾക്ക്, കേരളത്തിലെ ആയിരക്കണക്കിന് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് ഞാൻ കത്തുകൾ അയച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇത് നമ്മുടെ എതിരാകത്തെ രാഷ്ട്രീയവും നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. കൗമാരത്തെ ലഹരി മരുന്ന് ലോബിക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലഹരി വിൽപ്പന സംഘത്തിന് എതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും SKSSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രചാരണം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. ലഹരി മരുന്ന് വിൽപ്പനയുടെ വൻ കണ്ണികളാണ് സംസ്ഥാനത്തുള്ളത്. ലഹരി മരുന്ന് ലോബിക്കെതിരായ സർക്കാരിന്റെ നടപടിക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ 3 വർഷം മുൻപ് നിയമസഭയിൽ പറഞ്ഞതാണ്. എന്നാൽ വർഷം തോറും ലഹരി വിൽപ്പന സംഘം 10 ഇരട്ടിയായി വർദ്ധിക്കുന്നു. സർക്കാരിന്റെ ഇടപെടൽ സജീവമല്ലാത്തതിനാലാണ് ഇത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ദിവസവും ഈ മേഖലയിൽ നടക്കുന്നത്. അക്രമം കൂടുന്നു എന്ന് മാത്രമല്ല, അക്രമത്തിന്റെ സ്വഭാവവും ആകെ മാറുന്നു. ഉപയോഗിക്കുന്നവർക്കെതിരെ മാത്രമല്ല, ലഹരി ഉൽപ്പന്നം എത്തിക്കുന്ന ലോബിക്കെതിരെയും കേസെടുക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇഫ്താർ സംഗമവും പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു. ES ഫസൻ ഫൈസി റംസാൻ സന്ദേശം നൽകി. SKSSF ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള തങ്ങൾ ദാരിമി അൽ ഐദ്രൂസി അധ്യക്ഷത വഹിച്ചു. എച്ച്സലാം MLA, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് S വിനോദ് കുമാർ, മുഹമ്മദ് മുബാഷ്, ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, AM സുധീർ മുസ്ലിയാർ, മുഹമ്മദ് അസ്ലം, ത്വാഹ ജിഫ്രി തങ്ങൾ, ഷാഫി മൗലവി, നവാസ് H ബാനൂർ, റഹീം വെറ്റക്കാരൻ, ഹസീബ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. മഹമ്മൂദ് മുസ്ലിയാർ ദുആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ.
അമ്പലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വായ്പകൾ വിതരണം ചെയ്തു. എച്ച് സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷൻ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പ വിതരണം ചെയ്തു. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വിതരണം ചെയ്തത്. എച്ച് സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ 4% 5% പലിശ കണക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ തരുന്നതിന് മുമ്പുള്ള സമയത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പലിശയുടെ കണക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. അത് 9%, 11% വരെ ഈ പലിശയ്ക്ക് വായ്പ എടുത്തിരുന്നാണ് നമ്മൾ ബാങ്കിൽ ഇരുന്നത്. 4ാം ഘട്ട വായ്പയാണ് ഇപ്പോൾ നൽകിയത്. ഇതുൾപ്പെടെ 6,31,94,900 രൂപയാണ് പഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് ആകെ നൽകിയത്. പുന്നപ്ര ഗവൺമെൻറ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ പവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ അലോഷ്യസ്, പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത്, ഷക്കീല നിസാർ, CDS വൈസ് പ്രസിഡന്റ് സുലഭ ഷിബു എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ കല അശോക് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് അമ്പലപ്പുഴ. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരപരിധിയിലെ 8ാമത്തെ നഗര ആരോഗ്യ കേന്ദ്രമാണ് ഗുരുമന്ദിരം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിലെ 8ാമത്തെ കേന്ദ്രമാണിത്. തീരദേശ ജനങ്ങൾക്ക് പ്രയോജനകരമാംവിധം ഗുരുമന്ദിരം മൾഗർ പാലത്തിന് സമീപമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ ജീവിതക്രമത്തിൽ ഒരുപാട് വ്യത്യാസം കാണാം. അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മികവിന്റെ ഭാഗമായി, ആരോഗ്യരംഗത്തെ മികവിന്റെ ഭാഗമായി ഒരുപാട് ഉയർച്ച നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ പറ്റും. അത് ഇന്ത്യയിലെ പല കണക്കുമായി ഡാറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം മുൻപന്തിയിലാണ്. ഇപ്പോൾ പ്രസവത്തോടെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഏറ്റവും കുറവ് കേരളത്തിലാണ്. പ്രസവത്തോടെ അമ്മമാർ മരിക്കുന്ന ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആകെ എടുക്കുമ്പോഴും കേരളമാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ ദൈർഘ്യം എടുത്താൽ അത് ഏറ്റവും ഉയർന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇങ്ങനെ ഏത് നിലയിലേക്കുള്ള ഒരു അളവ് പോലെ വെച്ച് നോക്കിയാലും അതിലെല്ലാം ഏറ്റവും ബെറ്ററായ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം നിശ്ചയമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ആരോഗ്യശീലത്തിൻ്റെയും നമ്മുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാന കാര്യമായി പൊതുവിൽ നമ്മുടെ സമൂഹമാകെ നമ്മുടെ ആരോഗ്യകാര്യത്തെ കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ മികവിലേക്കെല്ലാം നമ്മൾ നിൽക്കുമ്പോഴും സമീപ സമയത്ത് നമ്മുടെ സംസ്ഥാനം ചെന്നുപെട്ടൊരു കുറവുണ്ട്. ആ കുറവ് ജീവിതശൈലി രോഗത്തിൽ 1ാം സ്ഥാനം കേരളമാണ്. ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്രം ആരംഭിച്ചത്. ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങളും ലഭ്യമാണ്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും ഇവിടെ ലഭിക്കും. ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച വിവിധ സേവനങ്ങളും കേന്ദ്രത്തിലുണ്ട്. പകൽ 1 മുതൽ രാത്രി 7 വരെയാണ് OP പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരുടെ സേവനവും ഉണ്ടാകും. 12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളാണ് നഗരസഭ വിവിധ വാർഡുകളിൽ ആരംഭിക്കുന്നത്. ഗുരുമന്ദിരം വാർഡിന് പുറമെ കിടങ്ങാമ്പറമ്പ്, ഇരവുകാട്, വലിയമരം, പവർ ഹൗസ്, വഴിച്ചേരി, പൂന്തോപ്പ്, പള്ളാത്തുരുത്തി എന്നീ കേന്ദ്രങ്ങൾ പ്രവർത്തനം നടക്കുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, കൗൺസിലർമാരായ ഹരികൃഷ്ണൻ, P രതീഷ്, സലിം മുല്ലാത്ത്, B അജേഷ്, മേരി ലീന, C അരവിന്ദാക്ഷൻ, ക്ലാരമ്മ പീറ്റർ, രമ്യ സുർജിത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PP പവനൻ, S ബീരപ്പൻ, TR രാജേഷ്, ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻസിയ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ലാറ, സുമേഷ്, പവിത്രൻ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ PS M ഹുസൈൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ.
SNDPയുടെ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് തികയ്ക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഏപ്രിൽ 11 ചേർത്തലയിൽ ആദരിക്കും. ചേർത്തല SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മഹാസംഗമത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൗതുക മത്സരങ്ങൾ ശ്രദ്ധേയമായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേതൃസ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെയും യോഗം സംഗമത്തിൻ്റെയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശാഖാതല മത്സരങ്ങൾ ആരംഭിച്ചു. ചേർത്തല വട്ടക്കാട്ട് 470 നമ്പർ ശാഖയിൽ ഓലമെടയൽ, കയർപിരി, തേങ്ങ പൊതിക്കൽ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ദൈവദശക ആലാപനം മുതൽ 16 ഇനങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ഉദ്ഘാടനം മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ നിർവഹിച്ചു. സോണൽ തല യോഗങ്ങളുടെ ഉദ്ഘാടനം മീനച്ചൽ യൂണിയൻ കൺവീനർ ഉല്ലാസ് നിർവഹിച്ചു. സൈബർ സേന സംസ്ഥാന കോർഡിനേറ്റർ അനീഷ് പുല്ലുവേലി, മേഖലാ ചെയർമാൻ KP നടരാജൻ, കൺവീനർ PD ഗഗാറിൻ, വൈസ് ചെയർമാൻ രവീന്ദ്രൻ അഞ്ജലി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ ഇന്ദിവരം, JP വിനോദ്, R രാജേന്ദ്രൻ, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PS ജ്യോതിസ്, ഗംഗപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ്, ചേർത്തല. CPM നേതാവും മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ നേതാവുമായിരുന്ന P സുരേന്ദ്രന് സ്മരണാഞ്ജലി. മുഹമ്മ കല്ലാപ്പുറത്ത് അനുസ്മരണ സമ്മേളനം നടന്നു. CPM നേതാവും മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ നേതാവുമായിരുന്ന P സുരേന്ദ്രൻ്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. മുഹമ്മ കല്ലാപ്പുറത്തെ വസതിയിൽ നടന്ന സമ്മേളനം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രതിബദ്ധതയോടുകൂടിയുള്ള സമീപനം എന്ന് പറഞ്ഞാൽ സഖാവിൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, സാധാരണക്കാരനും പാവപ്പെട്ടവനുമൊക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സഖാവിൻ്റെ മരണ വിരുദ്ധിക്കൊണ്ട് തന്നെ പാവപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നതും ദുരിതമനുഭവിക്കുന്നതുമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കേരളത്തിൽ ഇന്ന് CPM ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ള പ്രസ്ഥാനം ഇന്നും നമ്മുടെ CPM തന്നെയാണ്. വീണ്ടും ഭരണം വരികയും ഭരണ തുടർച്ച ഉണ്ടാവുകയും ആ ഭരണ തുടർച്ചയുടെ ഭരണം 3 വർഷത്തിലേക്ക് പിന്നിടുകയും ചെയ്യാം. ഭരണ തുടർച്ചയുണ്ടായ സാഹചര്യത്തിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ പാർട്ടി സമ്മേളനം എറണാകുളത്ത് ചേർന്നത്. ആ എറണാകുളത്ത് ചേർന്ന പാർട്ടി സമ്മേളനം ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് രൂപം നൽകണമെന്ന് തീരുമാനിക്കുകയും ഒരു നവകേരള പരിപാടി ആസൂത്രണം ചെയ്യുകയും. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു P സുരേന്ദ്രനെന്ന് നാസർ പറഞ്ഞു. ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് D ഷാജി അധ്യക്ഷത വഹിച്ചു. കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ, S രാധാകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി P രഘുനാഥ്, CK സുരേന്ദ്രൻ, മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, ദിനാചരണ കമ്മിറ്റി സെക്രട്ടറി KD അനിൽകുമാർ, മുഹമ്മ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് J ജയലാൽ, CB ഷാജികുമാർ, T ഷാജി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. സൂര്യദേവനെ പ്രീതിപ്പെടുത്താനുള്ള ആദിത്യ പൂജകൾക്ക് തുടക്കം. തണ്ണീർമുക്കം വെള്ളിയാകുളം ലക്ഷ്മിനാരായണ ആദിത്യ പൂജാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ആദിത്യ പൂജ ശ്രദ്ധേയമായി. മട്ടത്തിൽവെളി പുരയിടത്തിലാണ് ആദിത്യ പൂജ ഒരുക്കിയത്. വാരനാട് വെള്ളിയാകുളം ലക്ഷ്മിനാരായണ ആദിത്യ പൂജാ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാകുളം മറ്റത്തിൽവെളി പുരയിടത്തിൽ ആദിത്യ പൂജ സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ആദിത്യ പൂജയിൽ പങ്കെടുത്ത് സായുജ്യരായത്. ലക്ഷ്മിനാരായണ ആദിത്യ പൂജാ സമിതി പ്രസിഡന്റ് രജിമോൻ മണ്ണുമേൽവിളി, സെക്രട്ടറി ഷിബു പടിക്കപ്പറമ്പിൽ സദാനന്ദൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തണ്ണീർമുക്കം കൊല്ലന്തറ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം, അഷ്ടബന്ധ നവീകരണ കലശം, ഗണപതി പ്രതിഷ്ഠ എന്നീ ചടങ്ങുകൾ ആരംഭിച്ചു. മാർച്ച് 24 മുതൽ ഏപ്രിൽ 2 വരെയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തണ്ണീർമുക്കം കൊല്ലന്തറ പെക്ഷി ഗന്ധർവ ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഈ 24 മുതൽ മാർച്ച് 24 മുതൽ ഏപ്രിൽ 2 വരെ, അതായത് ഇന്ന് മുതൽ
ഏപ്രിൽ മാസം 2-ാം തീയതി വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അഷ്ടബന്ധ നവീകരണ കലശവുമായി ബന്ധപ്പെട്ട ക്രിയകളും അതോടൊപ്പം തന്നെ മാർച്ച് 30-ന് ഒരു കുടുംബ സംഗമവും അതിനുശേഷം പൂർവാചാരമനുസരിച്ച് അവിടെ യക്ഷീഗന്ധർവന്മാരുടെ നൃത്തവുമാണ് അവിടെ സാധാരണ നടത്തിക്കൊണ്ടിരിക്കാറുള്ളത്. അതുപോലെ തന്നെ അവസാനം ഏപ്രിൽ 2-ാം തീയതി ഉത്സവമായി പര്യവസാനിക്കുകയാണ്. തണ്ണീർമുക്കം കൊല്ലന്തറ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം 10,000-ത്തിലധികം വർഷം പഴക്കമുള്ള ഒരു അതിപുരാതന ക്ഷേത്രമാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു ക്ഷേത്ര സങ്കല്പം രീതിയിലായിരുന്നില്ല. ഒരു കുടുംബ പരദേവത ആരാധനാ കേന്ദ്രമായി നടന്നിരുന്ന ഈ സ്ഥലം 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ക്ഷേത്ര രീതിയിലാകുകയും ക്ഷേത്രമായി തുടക്കം കുറിക്കുകയും ചെയ്തത്. 24 വൈകിട്ട് 7-ന് ഭദ്രദീപ പ്രകാശനം ഇന്ദിര അനിരുദ്ധൻ നിർവഹിക്കും. 25-ന് ഉച്ചയ്ക്ക് 12:30-ന് നവീകരിച്ച ഊട്ടുപുര സമർപ്പിക്കും. 26-ന് ഉച്ചയ്ക്ക് 12:30-ന് അഷ്ടബന്ധ സമർപ്പണം. 27-ന് രാത്രി 7-ന് പ്രഭാഷണം. 28-ന് ഉച്ചയ്ക്ക് 12-ന് ഗണപതി വിഗ്രഹ സമർപ്പണം. 12:30-ന് ഗണപതി ക്ഷേത്ര സമർപ്പണം. 29-ന് രാത്രി 7:30-ന് പ്രഭാഷണം. 30-ന് 11:30-ന് കുടുംബസംഗമവും ആദരിക്കലും ക്യാഷ് അവാർഡ് വിതരണവും ഡോക്ടർ എസ് ദിലീപ് കുമാർ ശിവകർമ്മ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് KA സുനിൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് K ഷാജി, സുജിത് കാർത്തികേയൻ, PS ശ്രീറാം, അമൽ രമേശൻ, നിരഞ്ജന ഷാജി, UB സോമൻ ഇടക്കരിയിൽ തുടങ്ങിയവർ സംസാരിക്കും. 31-ന് രാത്രി 8-ന് തിരുവാതിരകളി. ഏപ്രിൽ 1-ന് വൈകിട്ട് 7-ന് രൂപക്കളം. 2-ന് വൈകിട്ട് 7:30-ന് ഭക്തിഗാനമേള. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ K സോമൻ ഇടക്കരി, രാമകൃഷ്ണൻ മുതുകേൽ, കുഞ്ഞുമോൻ R, പ്രസന്നൻ പടിഞ്ഞാടത്ത് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശോഭാ സുരേന്ദ്രനേക്കാൾ മെച്ചപ്പെട്ടയാളാണ് പുതിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ നല്ല പ്രാസംഗികയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഐതിഹ്യ പെരുമയുടെ നിറവിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാടകശാല സദ്യ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ചടങ്ങുകൾ ആരംഭിച്ചു. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. യുവതിക്ക് ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. യുവതിയുടെ ആൺ സുഹൃത്താണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ചേർത്തല അരൂക്കുറ്റിയിലാണ് സംഭവം. കുട്ടനാട് മാമ്പുഴക്കരിയിൽ 62 വയസ്സുള്ള കൃഷ്ണമ്മയെ വീട്ടിൽ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം കീഴടങ്ങിയ പ്രതി ദീപയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴ കൊച്ചി രൂപതകളുടെ കടലോര ജാഗ്രതാ സമിതി നടത്തിയ ബോധനയാത്ര സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് BD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടൽമണൽ ഖനനത്തെ കേരളം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് BD സതീശൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.